പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിനി ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് കടക്കുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളും കോളേജും പലയിടങ്ങളിലുമില്ല. എന്നാൽ അക്കാഡമിക് ഇയർ അവസാനിക്കുന്നതോടുകൂടി പല സ്കൂളുകളും ഇന്നത്തെ ദിവസം പ്രവൃത്തി ദിനവുമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളിലേക്ക് ഓടുന്ന കുഞ്ഞുങ്ങൾക്ക് ഒപ്പം ഓഫീസുകളിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, വീട്ടച്ഛന്മാർക്കും വീട്ടമ്മമാർക്കും മുത്തശ്ശിമാർക്കും എല്ലാം ഒരു സുന്ദരമായ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നു. പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഓരോന്നായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം, എഡിറ്റോറിയൽ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രധാന വാർത്തകൾ എല്ലാ പത്രങ്ങളിലും എന്തായിരിക്കും എന്നൊരൊറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ KSEBയിലെ ചാർജ് വർധനയാണ്, നിരക്ക് വർധനയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ടായി ലീഡ് വാർത്തയായി ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മളുടെയും പ്രധാന ബ്രേക്കിംഗ് വാർത്ത അതുതന്നെയായിരുന്നു. ദേശാഭിമാനിയിൽ മാത്രം വൈദ്യുതി ചാർജ് നിരക്ക് വർധന ഒരു പ്രശ്നമേ അല്ല. വൈദ്യുതി ചാർജ് വർധനവ് ഒരു ചെറിയ വാർത്തയായി ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബാക്കി എല്ലാ പത്രങ്ങളും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതാണ് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. ദ ഹിന്ദുവിൽ RBIയുടെ റിപ്പോ റേറ്റിലെ അതേപടി നിലനിർത്തിയത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വാർത്തകളിലേക്ക് കടന്നു വരാം. ആദ്യം മാതൃഭൂമി പത്രമെടുത്താൽ തുടർ ഷോക്ക് എന്ന തലക്കെട്ടിലാണ് വൈദ്യുതി നിരക്ക് വർധന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർ ഷോക്ക്. മനോരമ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വൈദ്യുതി നിരക്ക് ഈ മാസം 5 മുതൽ വർധന, യൂണിറ്റിന് 16 പൈസ കൂടും. വലിയ ആലങ്കാരികമായ തലക്കെട്ട് മനോരമ ഉപയോഗിച്ചിട്ടില്ല. മാധ്യമത്തിൻ്റെ തലക്കെട്ട് കൂടി നോക്കിയാൽ ഈ വാർത്തയെ തലക്കെട്ട് 1.5 അടി എന്നാണ് മാധ്യമം അതിൻ്റെ തലക്കെട്ടായിട്ട് വൈദ്യുതി നിരക്ക് വർധന സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് മാതൃഭൂമിയിൽ തുടങ്ങാം. തുടർ ഷോക്ക്. വൈദ്യുതി നിരക്ക് ശരാശരി 16 പൈസ കൂട്ടി. അടുത്ത ഏപ്രിൽ 12 പൈസയും കൂടെ കൂട്ടും. അപ്പോൾ അടുത്ത ഏപ്രിൽ മുതൽ ഇപ്പോഴത്തെ നിരക്കിൻ്റെ 28 പൈസ പെർ യൂണിറ്റ് കൂടും എന്നർത്ഥം. വൈദ്യുതി നിരക്ക് ശരാശരി 16 പൈസ കൂട്ടി. വ്യാഴാഴ്ച മുതൽ നിലവിൽ വന്നു. അടുത്ത വർഷം 12 പൈസ കൂടി കൂടും. KSEB ആവശ്യപ്പെട്ടതിൻ്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടത്. 2 വർഷത്തിനിടെ 3ാം തവണയാണ് നിരക്ക് കൂട്ടുന്നത്. ജനുവരിയിൽ മുതൽ മെയ് വരെ 5 മാസത്തേക്ക് വേനൽക്കാല നിരക്കായി 10 പൈസ KSEB അധികം ആവശ്യപ്പെട്ടുവെങ്കിലും അത് അനുവദിച്ചില്ല. ചെറുകിട വ്യവസായങ്ങൾക്ക് 5 പൈസ വീതം 2 വർഷവും കൂടും. വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം 10 പൈസയും അടുത്ത വർഷം 5 പൈസയും കൂടും. സോളാർ ഉപയോഗിക്കുന്നവർക്ക് നിരക്കിൽ മാറ്റമില്ല. 14 രൂപ മുതൽ 300 രൂപ വരെ ശരാശരി വീട്ടുകാർക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ശരാശരി എന്ന് പറഞ്ഞാൽ 300 വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം ഉള്ളവർ ആൾക്കാർക്കാണെന്ന് മാറുക. ഞാനൊരു കണക്ക് പറയാം. അത് മാതൃഭൂമി പത്രത്തിൽ കൊടുത്തിരിക്കുന്ന സ്ലാബാണ്. 2 മാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ 406 രൂപയാണ് വരുന്നതെങ്കിൽ അത് 420 രൂപയായിട്ട് മാറും. 2 മാസം 200 യൂണിറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 860 രൂപയായിരുന്നത് 896 രൂപയായി മാറും. 300 യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് 1410 കൊടുക്കുന്നതെങ്കിൽ 1456 രൂപയായിട്ട് മാറും. 400 യൂണിറ്റ് ആണെങ്കിൽ 2176 കൊടുത്തിരുന്നവർ 2240 കൊടുക്കേണ്ടി വരും. 500 ആകുമ്പോഴേക്ക് താരതമ്യേന ഉയർന്ന വൈദ്യുതി ഉപഭോഗമാണ്. 3016 രൂപ കൊടുത്തുകൊണ്ടിരുന്നവർ 3106 രൂപ കൊടുക്കേണ്ടി വരും. 600 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 4250 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ 4380 രൂപ ആ നിരക്കിലാണ് കൂടുക. 1500 യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് വൻകിട ഉപഭോക്താക്കളാണ്. അവർക്ക് 10200 രൂപ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് 10480 രൂപ കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് നിരക്ക് വർധന വരിക? അപ്പോൾ ഒരു 300 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 1400 രൂപ 1610 രൂപയൊക്കെയാണ് നിങ്ങളുടെ 2 മാസത്തെ വൈദ്യുതി നിരക്കെങ്കിൽ 1456 രൂപയായി 46 രൂപ നിങ്ങൾക്ക് വർദ്ധിക്കും എന്നർത്ഥം. അപ്പോൾ ഇതാണ് വർധനവിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് നോക്കിയാൽ ഒരു 40 രൂപ മുതൽ 50 രൂപ വരെ മാത്രമേ 2 മാസത്തിൽ വർധന നിങ്ങൾക്ക് കാണുന്നുള്ളൂ, നിങ്ങളൊരു ഇടത്തരം വൈദ്യുതി ഉപഭോക്താവാണെങ്കിൽ. പക്ഷേ ഇനി ഏപ്രിൽ മാസമാകുമ്പോൾ 12 പൈസയും കൂടെ കൂടാൻ പോവുക. അങ്ങനെ വരുമ്പോൾ വീണ്ടും കൂടും എന്നർത്ഥം. ഇങ്ങനെയാണല്ലോ ചെറിയ ചെറിയ വർധനവിലൂടെയാണ് വലിയ വലിയ ബാധ്യതകളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ മനോരമയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കൃഷിക്ക് വൈദ്യുതി 5 പൈസ വർധന എന്നൊരു വാർത്ത കൂടി അതിനോടൊപ്പം കൊടുക്കുന്നു. വർധനയില്ലാത്തവരെ കൂടി 1000 വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗമുള്ളവരുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് വർധനയില്ല. അനാഥാലയങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്കും വർധനയില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായ അംഗപരിമിതി ബാധിച്ചവരോ ഉണ്ടെങ്കിൽ പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ മാറ്റം ആ അർത്ഥത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. ഇപ്പം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 4000 രൂപയാണെങ്കിൽ 105 രൂപ കൂടി കൂടും എന്ന് മാത്രം. 500 യൂണിറ്റ് ആണെങ്കിൽ
പക്ഷേ 4000 ഒന്നും സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറില്ല. 800 1000 ഒക്കെയാണ് ശരാശരി ഇടത്തരം വീടുകളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 32 രൂപ നിങ്ങൾക്ക് കൂടുന്നു എന്നർത്ഥം. ശരാശരിയുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്ന് UDFന്റെ പന്തംകുളത്ത് പ്രതിഷേധമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്ന സമയത്തെല്ലാം അങ്ങനൊരു പ്രതിഷേധം സ്വാഭാവികമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാതൃഭൂമിയുടെ ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത് ഉൾപേജിൽ 2 പ്രധാനപ്പെട്ട പേജുകളാണ് മാതൃഭൂമിക്കുള്ളത്. വീട്ടു നമ്പർ ഡിജിറ്റലാകും, വഴി റൂട്ട് മാപ്പിൽ എന്നാണ്. ഈ വീട് ഈ വഴി എന്നാണ്. വിലാസം പോലുമില്ലാത്ത വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തുന്ന ഡിജി ഡോർ പിൻ സംസ്ഥാനത്ത് വരുന്നു. ഇതോടെ കേരളത്തിൻ്റെ ഓരോ വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയും നമ്പർ ഡിജിറ്റലാകും. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിരം നമ്പറാണ് ഡിജി ഡോർ പിൻ. 9 10 അക്കമുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നതാണ് പ്രത്യേകത. ഈ സംവിധാനത്തിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്ന് അറിയപ്പെടും. ഫ്ളാറ്റുകളിലും മറ്റും ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകും. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച സംവിധാനം K-സ്മാർട്ടിലൂടെ നടപ്പാക്കാൻ പോകുന്നു. നമ്മൾ സ്മാർട്ടായി വരാൻ പോകുന്നു. നമ്മുടെയൊക്കെ വീട്ടിൻ്റെ പേര് പലതരം വീട്ടുപേരുകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? വീടിനടുത്തൊരു കുളം ഉണ്ടെങ്കിൽ കുളത്തിൻ്റെ കരയിലെ വീട്, കുളത്തിൻകര വീട് എന്നായിരിക്കുമല്ലോ സ്വാഭാവികമായും നമ്മൾ വീട്ടുപേരിടുക. അതൊക്കെ മാറി നിങ്ങളുടെ വീട്ടു നമ്പറിന് ഇനി ഒരു ഡിജിറ്റ് വരാൻ പോകുന്നു, മൊബൈൽ നമ്പർ പോലെ. ആ ഡിജി നമ്പർ അടിച്ചാൽ ആധാർ നമ്പർ പോലെ നിങ്ങളുടെ വീടിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വിരൽത്തുമ്പിലേക്ക് വരാൻ പോകുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. തണ്ടപ്പേര്, നിങ്ങളുടെ ഭൂമി എത്ര കരമൊടുക്കി, ഈ വിഷയങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾ വസ്തു കൈമാറ്റം ചെയ്യുന്ന സമയത്തും വീട് വിൽക്കുന്ന സമയത്തും ഒക്കെ വലിയ ആവശ്യമായി വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മേൽവിലാസം ഇനി ഡിജിറ്റലായി മാറാൻ പോകുന്നു എന്നതാണ് പ്രത്യേകത. ഡിജി ഡോർ സംവിധാനമാണ് അതിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ ലീഡ് 7 റോഡിന് ദേശീയ അംഗീകാരം ലഭിച്ച വാർത്തയാണ് ദേശാഭിമാനി പത്രം ലീഡായി കൊടുത്തിരിക്കുന്നത്. 20 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് മുന്നോട്ട് വെച്ച 17 പദ്ധതികളോടും കേന്ദ്ര സർക്കാർ അനുകൂല സമീപനമാണ് കാണിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഒരു ഉപഹാരം നൽകുന്നതും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഒപ്പം നിൽക്കുന്നതുമായ ഒരു ഫോട്ടോ കൂടി ദേശാഭിമാനി പത്രം ആദ്യം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സഹായമില്ല പെരുംനുണയുമായി അമിത്ഷാ എന്നാണ് വയനാടിൻ്റെ കാര്യത്തിൽ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. DYFI യുവത കണ്ടെത്തിയത് 20.44 കോടി രൂപയാണ് വയനാടിന് വേണ്ടിയെന്നും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ പറയുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നമ്മുടെ ജോർജ് കൂവക്കാട് കർദിനാളാകുന്നു എന്നുള്ളതാണ്. നേരിട്ട് വൈദിക പദവിയിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന വാർത്ത മനോരമ ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഇന്ന് കർദിനാൾ പദവിയിലേക്ക്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ഭാരത കത്തോലിക്ക സഭയിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിൻ്റെ കർദിനാൾ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:30 നടക്കുന്ന ചടങ്ങുകളിൽ മാർപ്പാപ്പ നേരിട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് എന്നാണ് ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8:30 മുതൽ തത്സമയം സംപ്രേഷണം റോമിൽ നിന്ന് നമുക്ക് കാണാം. മാർ ജോർജ് ജേക്കബ് കൂവക്കാട് നേരിട്ട് വൈദിക പദവിയിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയുടെ ആദ്യ പേജിൽ വലിയ ലീഡ് വാർത്തയായി കൊടുക്കുന്നത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊരു തീരുമാനമായെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ടീകോം കേരളത്തിൽ ഉണ്ടാവില്ല. ടീകോം ആ പദ്ധതി അവസാനിപ്പിക്കുകയാണ്. അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നിറവേറ്റാൻ സാധിച്ചില്ല. 88 ലക്ഷം ചതുരശ്ര അടി തൊഴിലിടം അത് നടന്നില്ല. 90,000 തൊഴിലുകൾ അതും നടന്നില്ല. എന്നാൽ ഈ ടീകോമിനെ രക്ഷിക്കാൻ കരാറുണ്ടാക്കുന്ന 2007 മുമ്പ് തന്നെ ചില ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ഇന്നിപ്പോൾ പത്രം പറയുന്നത്. സ്മാർട്ട് ട്രിക്ക് എന്ന തലക്കെട്ടിട്ട് പത്രം പറയുന്നു, സ്മാർട്ട് സിറ്റി തൊഴിലുറപ്പാക്കാൻ ടീകോമിന് ബാധ്യതയില്ലാത്ത വിധം ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കരാറിൽ പേന കൊണ്ട് എഴുതി ചേർത്തു എന്നാണ്. തിരുത്ത് LDF സർക്കാർ 2007 കരാർ ഒപ്പുവയ്ക്കുന്നതിന് തൊട്ടു മുമ്പാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി വഴി തൊഴിലവസരം നൽകാൻ ടീകോം കമ്പനിക്ക് നിയമപരമായ ബാധ്യതയില്ലാത്ത വിധം കരാറിൽ കുരുക്ക്. LDF സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ കരാർ ഒപ്പുവയ്ക്കുന്നതിന് തൊട്ടു മുൻപായി ഈ വ്യവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. പ്രവർത്തനം തുടങ്ങി 10 വർഷത്തിനകം 90,000 തൊഴിലവസരം സൃഷ്ടിക്കണം. ടീകോം ഷാൾ ജനറേറ്റ് അറ്റ്ലീസ്റ്റ് 90,000 ജോബ്സ് ഇൻ 10 years എന്നതായിരുന്നു അതിനത്തെ ക്ലോസ്. എന്നാൽ ടീകോം ഷാൾ ജനറേറ്റ് അറ്റ്ലീസ്റ്റ് 90,000 എന്നുള്ളതിന് പകരം
ടീകോം ഷാൾ മേക്ക് ബെസ്റ്റ് എഫേർട്സ് ടു ജനറേറ്റ് എന്ന നിലയിലേക്ക് മാറ്റി. പരിശ്രമിച്ചാൽ മതി, കൊടുക്കണമെന്നില്ല. അപ്പോൾ അവർ ഏറ്റവും നല്ല പരിശ്രമം നടത്തണം 90,000 തൊഴിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പരിശ്രമം നടത്തുന്നതിൽ പരാജയപ്പെട്ടാലോ, പരിശ്രമം നടത്തി എന്ന് വേണമെങ്കിൽ പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അങ്ങനൊരു ക്ലോസ് കൊണ്ടുവന്നതോടുകൂടി അത് ദുർബലമാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ 3 ഘട്ടമായി ഇത് നടപ്പിലാക്കണം എന്നുള്ള മറ്റൊരു വ്യവസ്ഥയുണ്ടായിരുന്നു, അതും ഒഴിവാക്കി എന്ന് പറയുന്നു. എന്തായാലും ചുരുക്കത്തിൽ ടീകോമിനെ ആകെ പിടിക്കാൻ കഴിയുക 88 ലക്ഷം ചതുരശ്ര അടി തൊഴിലിടം നിങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ, ഇത് മാത്രമേ നമുക്ക് അവരോട് പറയാൻ കഴിയൂ. ബാക്കിയുള്ള ക്ലോസുകൾ നമ്മൾ തന്നെ ദുർബലപ്പെടുത്തി കൊടുത്തതാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാൾ ട്രൈ ബെസ്റ്റ് എഫേർട്ട് ടു ജനറേറ്റ് എന്നാണ് ഇപ്പോൾ അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയായി നമ്മളടക്കം ഇന്നലെ കൈകാര്യം ചെയ്തത് ദൃഷാന എന്ന പെൺകുഞ്ഞിനെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ടിട്ട് പോയ ഒരു കാറുണ്ടായിരുന്നു 10 മാസങ്ങൾക്ക് മുമ്പ്. കുഞ്ഞ് ദൃഷാന അബോധാവസ്ഥയിൽ തന്നെ കഴിയുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ മരണപ്പെടുകയും ചെയ്തു. ഫെബ്രുവരി മാസത്തിൽ നടന്ന ഈ അപകടത്തിൽ ഈ കാറ് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കാറുടമ അതിവിദഗ്ധമായി ഇടിച്ചിട്ട് നിർത്താതെ പോയി കാർ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൽ ഇൻഷുറൻസ് തുകയൊക്കെ വാങ്ങി കാറൊക്കെ ശരിയാക്കി പ്രതി ദുബായിലേക്ക് പോയി, വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ആ വാർത്ത ഇന്ന് പത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒടുവിൽ ദൃഷാനയ്ക്കും കുടുംബത്തിനും നീതി. പ്രതിയെ തിരിച്ചറിഞ്ഞു. കൂട്ടുപ്രതിയായ കാർ കസ്റ്റഡിയിൽ. ചിത്രസഹിതമാണ് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുഞ്ഞ് ദൃഷാനയെ ഒന്നനങ്ങാൻ പോലും ആകാത്ത വിധം അബോധാവസ്ഥയിലാക്കിയ ആ കാർ 10 മാസത്തിന് ശേഷം കസ്റ്റഡിയിൽ എന്നാണ് മാതൃഭൂമി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടിച്ചിട്ടിട്ടും നിർത്താതെ പോയ കാറിൻ്റെ ഉടമയെയും തിരിച്ചറിഞ്ഞു. ഷൈജിലാണ് കേട്ടോ, ആ മഹാൻ ഷൈജിൽ. പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻ്റൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്നത് അത്ര വലിയ അന്തസ്സല്ല, അത് ശരിയായൊരു രീതിയുമല്ല. ഇടിച്ചിട്ടിട്ട് ആരെയാണോ അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള മിനിമം ഉത്തരവാദിത്വം ആ വാഹനം ഓടിക്കുന്നയാൾക്കുണ്ട്. എന്നാൽ ഷൈജിൽ ഇവിടെ നിറവേറ്റാതെ പോയതും അതാണ്. എന്താ സംഭവിച്ചത്? ദേശീയപാതയിൽ വടകരയ്ക്ക് സമീപം ചോറോഡിൽ ഫെബ്രുവരി മാസത്തിൽ കാറിടിക്കുകയും സ്ത്രീ മരിക്കുകയും പേരമകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസിന്റെ മികവാർന്ന അന്വേഷണം ഫലം കണ്ടത്. പുറമേരിയിലെ മീത്തലിലെ പുനത്തിൽ ഷൈജിലിന്റെ കാർ KL 18R1846 എന്ന സ്വിഫ്റ്റ് കാർ സംഭവശേഷം UAE കടന്നു കളഞ്ഞു ഷൈജിൽ. നാട്ടിൽ ഈ ഷൈജിലിനെ എത്തിക്കുമെന്നാണ് റൂറൽ SP പറയുന്നത്. ഈ കാർ ഫെബ്രുവരി 17 രാത്രി 9 മണിക്കുണ്ടായ അപകടത്തിൽ തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബിയുടെ മരണത്തിൽ കലാശിച്ചു. മകളുടെ മകൾ ദൃഷാനയ്ക്ക് സാരമായി പരിക്കേറ്റു. അന്നു മുതൽ അബോധാവസ്ഥയിലാണ് ഈ മകൾ, 9 വയസ്സുള്ള മകൾ ദൃഷാന. അപകടം നടക്കുമ്പോൾ ഷൈജിലും ഭാര്യയും 2 കുട്ടികളും കാറിലുണ്ടായിരുന്നുവെന്ന് ഭാര്യയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ അപകടം നടന്ന തീയതിക്ക് ശേഷം ഇൻഷുറൻസ് ക്ലെയിം നേടിയ കാറുകളുടെ വിവരം ശേഖരിച്ചപ്പോൾ മാർച്ചിൽ ഒരു വെള്ള മാരുതി സ്വിഫ്റ്റ് കാർ മതിലിനിടിച്ചെന്ന പേരിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 36,000 രൂപ ക്ലെയിം നേടിയതായി കണ്ടു. എന്നാൽ ഈ കാർ പരിശോധിച്ചപ്പോൾ ബമ്പർ, സൈഡ് ഗ്ലാസ് തുടങ്ങിയ ഭാഗങ്ങൾ മാറ്റിയതായി കണ്ടു. ശാസ്ത്രീയമായ പരിശോധനയിൽ അന്നത്തെ അപകടത്തിലുണ്ടായ കേടുപാടിന് സമാനമായ മാറ്റമാണിതെന്ന് കണ്ടെത്തി. ടവർ ലൊക്കേഷൻ പരിശോധനയിൽ സംഭവ ദിവസം ഈ കാർ വടകര കൈനാട്ടി ഭാഗത്തുള്ളതിനും തെളിവ് കിട്ടി എന്നുള്ളതാണ്. വലിയ അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത്. എഗെയിൻ കുഡൂസ് ടു കേരള പോലീസ്. 10 മാസത്തിനിടെ ഒരു കാറ് കണ്ടെത്തുക, അതും മറ്റൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു CCTVയിലും പതിഞ്ഞില്ല. 10 മാസത്തിലേറെ 100-ലേറെ കാറുകൾ പോലീസ് നേരിട്ട് പരിശോധിച്ചു. 19,000 സ്വിഫ്റ്റ് കാറുകളുടെ വിവരം ശേഖരിച്ച് ഈ ഭാഗത്തേക്ക് വരാൻ സാധ്യതയുള്ളവയെക്കുറിച്ച് പ്രത്യേകം അന്വേഷണം നടത്തി. 200ഓളം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. 500ഓളം വർക്ക്ഷോപ്പ് സ്പെയർ പാർട്സ് കടകളിൽ അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണങ്ങളിലൊന്നും തെളിഞ്ഞില്ല. ഒരു CCTVയിലും ഈ ഷൈജിൽ ഓടിച്ച കാറ് പതിഞ്ഞില്ല. പക്ഷേ ഒടുവിൽ ഷൈജിലിന് വിനയായത് ഷൈജിലിൻ്റെ ഓവർ സ്മാർട്ടാണ്. ഷൈജിൽ എന്ത് ചെയ്തു? ഫെബ്രുവരി മാസത്തിൽ അപകടം നടന്നിട്ട് മാർച്ച് ഏപ്രിൽ മാസമായപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് ക്ലെയിം നേടി. പോലീസ് അതും കൂടി അന്വേഷിച്ചു. ഇൻഷുറൻസ് ക്ലെയിം എടുത്തവരുടെ പട്ടിക ആ സമയത്ത് നോക്കി 2-3 മാസങ്ങളിൽ. എന്നിട്ട് അതെല്ലാം ഓരോന്നായിട്ടിരുന്ന് അതിൻ്റെ ഉടമയുടെ ഫോൺ നമ്പർ വെച്ച് ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഷൈജിലേക്ക് ഒടുവിൽ പോയിന്റ് ചെയ്തെത്തിയിരിക്കുന്നത് എന്നാണ്. നമ്മുടെ സ്മാർട്ടാണ് കേട്ടോ കേരള പോലീസ്. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അപകടങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അസ്വാഭാവികതയില്ല. പക്ഷേ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങളുടെ കൈകൊണ്ടോ മറ്റുള്ളവരുടെ കൈപ്പിഴയാണായാലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ ആ അപകടത്തിന് ഇരയാവുന്നവരെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുക. ആ സമയത്ത് ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ തൃഷാനയുടെ മുത്തശ്ശി ബേബിയെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. തൃഷാന അബോധാവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം, ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ചുരുങ്ങിയ പക്ഷം അതെങ്കിലും ഷൈജിലിനും കുടുംബത്തിനും ചെയ്യാമായിരുന്നു. ഒരുപക്ഷെ പരിഭ്രാന്തിയിലായിട്ടുണ്ടാവും. പക്ഷേ അതിന് ന്യായീകരണമില്ല
ഇല്ല ഷൈജിൽ, നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടിയിരുന്നു ആ കുഞ്ഞിനെ. എല്ലാ യാത്രക്കാരും അത് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് പാനിക്കായിട്ട് എങ്ങനെയെങ്കിലും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് കരുതുന്നത് നല്ല ബുദ്ധിയല്ല. നല്ല ഹൃദയത്തിനുടമകൾ അങ്ങനെ ചെയ്യുകയുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത.